ശീതകാല സമ്മേളനത്തിൽ അവസാന ദിവസമായി ഇന്ന് പാർലമെന്റിലേക്കാണ് രാഷ്ട്രീയ ശ്രദ്ധ മുഴുവനും. അംബേദ്കറെ ചൊല്ലി ഇന്നലെ കയ്യാങ്കളിലെത്തിയ ഭരണ പ്രതിപക്ഷ പോരിന്റെ തുടർചലനങ്ങൾ ഇന്നും ഇരുസഭകളും പ്രക്ഷുബ്ധമാകും. വിജയ് ചൌക്കിൽ ഇന്ത്യ മുന്നണിയും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ BJPയും പ്രതിഷേധിക്കുകയാണ്. He will never behave in a violent manner. That is ingrained in him. That is ingrained in him. Obviously, this is all a distraction tactic from the main point. The main point is that Dr. Ambedkar has been insulted by the way they have spoken, and frankly, that is the way they feel. That is the truth about. കേസൊക്കെ എടുത്തോട്ടെ. കേസ് ഞങ്ങൾക്ക് പ്രശ്നം. ആയിരക്കണക്കിന് കേസ് എടുത്തോട്ടെ. ഇപ്പം തന്നെ 27 കേസുണ്ട്. കേസെടുത്ത് പേടിപ്പിക്കാനാണ്. വർഷ ഗൈക്വാദിന്റെ പരാതിയിൽ കേസെടുത്തോ? 2 നീതിയാണോ? രാഹുൽ ഗാന്ധിയെ കേസ് കാണിച്ചിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല എന്ന് ആർക്കും അറിയാത്തത്. അംബേദ്കറെ അപമാനിച്ചതിന് ചോദ്യം ചെയ്ത കേസാണെങ്കിൽ ആ കേസ് ഇരു കൈ നീട്ടി സ്വീകരിക്കും. അംബേദ്കറെ അപമാനിച്ചതിനായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം തുടരും. രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചപ്പോൾ അംബേദ്കറെ അപമാനിച്ചതിനായിട്ട് അമിത്ഷായ്ക്കെതിരെ സമരവുമായി മുന്നോട്ട് വന്നപ്പോൾ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചാൽ പോകുന്ന ആളാണോ രാഹുൽ ഗാന്ധി? നിങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് ആദ്യമായിട്ടാണോ ആക്ഷേപിക്കുന്നത്? BJPക്ക് ഒറ്റ ജോലിയല്ലേ ഉള്ളൂ, രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുക. കയ്യാങ്കളിയിൽ ഭരണ പ്രതിപക്ഷങ്ങളുടെ പരാതികൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു ഡൽഹിയിൽ നിന്നും. ബൽറാം, ജയ് ഭീം മുദ്രാവാക്യങ്ങൾ തന്നെ തലസ്ഥാന നഗരിയിൽ വീണ്ടും മുഴങ്ങുകയാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നു. തിരികെ അമിത്ഷാ നടത്തിയ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ തന്നെ ശ്രദ്ധ കൊണ്ടുവരികയാണോ കോൺഗ്രസിന് ഇന്നത്തെ സ്ട്രാറ്റജി? ബൽറാം, രാഹുൽ ഗാന്ധിക്കെതിരെ BJP അവകാശ ലംഘനത്തിനടക്കം നോട്ടീസ് നൽകിയിട്ടുണ്ട്. വലിയ കയ്യാങ്കളി നമ്മൾ ഇന്നലെ കണ്ടതാണ്. അത് ഡൈവേർഷൻ ടാക്ടിക്സ് ആണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അതായത് അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ, രാജ്യസഭയിൽ നടത്തിയ ഈ പറയുന്ന എല്ലാവരും അംബേദ്കർ ഇപ്പോൾ പറയുന്നതിന് പകരം ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ സ്വർഗം കിട്ടിയേനെ തുടങ്ങിയ പരാമർശം അത് അംബേദ്കർ നിന്നയാണ്. അതിൽ അമിത്ഷാ മാപ്പ് പറയണം എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ഇന്നലെ പ്രവേശന കവാടത്തിൽ കണ്ട ഏറ്റുമുട്ടലൊക്കെ ഡൈവേർഷൻ ടാക്ടിക്കലാണ്, ഒരു ഫേസ് ഓഫ് ഉണ്ടാക്കുന്നത്. അത് ആ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അങ്ങനെയല്ല, അംബേദ്കറെ അപമാനിച്ചത് കോൺഗ്രസ് ആണ്, അതിനും മാപ്പ് പറയേണ്ടത് കോൺഗ്രസ് ആണ് എന്ന തിരിച്ചുള്ള നറേറ്റീവ് ഉയർത്തുന്നു BJP. അങ്ങനെ അംബേദ്കർ രാഷ്ട്രീയം രാജ്യത്ത് സജീവമാകുന്ന വാർത്താദിനങ്ങളാണ്. ബൽറാം ചേരുന്നു. ബൽറാം, തിരികെ അമിത്ഷായുടെ പ്രസ്താവനയിലേക്ക് തന്നെ രാജ്യത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരാനാണോ ഇന്ന് കോൺഗ്രസിന്റെ ആലോചന? ബൽറാം. ഹഷ്മി, തീർച്ചയായും ഇന്ന് ആ ഒരൊറ്റ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യ പാർട്ടികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് വിജയ് ചൌക്കിലേക്ക് പ്രതിഷേധ മാർച്ച് എത്തിച്ചിരിക്കുന്നത്. പാർലമെന്റിനകത്ത്, പാർലമെന്റ് വളപ്പിൽ പ്രവേശന കവാടങ്ങളിലെല്ലാമുള്ള പ്രതിഷേധം സ്പീക്കർ വിലക്കിയ ഒരു പശ്ചാത്തലത്തിൽ പാർലമെന്റിന് പുറത്തേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തി. തുടർന്ന് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വിജയ് ചൌക്കിൽ പ്രതിഷേധ ധർണ നടത്തിയ ശേഷം ഈ പ്രതിപക്ഷ അംഗങ്ങൾ, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ MP-മാർ ഇപ്പോൾ മാർച്ച് ചെയ്ത് പാർലമെന്റിലേക്ക് നീങ്ങുകയാണ്. ഒറ്റ വരിയായി അംബേദ്കറെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും അംബേദ്കറിന്റെ അനുകൂല മുദ്രാവാക്യങ്ങളുമായുള്ള പ്ലക്കാർഡുകളും അംബേദ്കർ ചിത്രങ്ങളുമായി ഭൂരിഭാഗം പേരും നീല വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ പാർലമെന്റ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കുക, അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയുക എന്നീ 2 മുദ്രാവാക്യങ്ങളാണ് ജയ് ഭീം എന്ന മുദ്രാവാക്യങ്ങൾക്കൊപ്പം ഇന്ത്യ സഖ്യ നേതാക്കൾ ഉയർത്തുന്നത്. വിജയ് ചൌക്കിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിന് പുറത്തും അകത്തും നടന്ന പ്രതിഷേധങ്ങളിൽ ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടെങ്കിലും കയ്യാങ്കളിയോടുകൂടി കാര്യങ്ങൾ പിന്നീട് അതിലേക്ക് ശ്രദ്ധ മാറുന്ന സാഹചര്യം ഉണ്ടായി. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തതും വനിതാ അംഗങ്ങളെ ആക്രമിച്ചു എന്ന ആരോപണവും ഉയർന്നതോടുകൂടി അംബേദ്കർ വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറി എന്ന് മനസ്സിലാക്കി തന്നെയാണ് ആ വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് ഇന്ത്യ സഖ്യ പാർട്ടികൾ, അത് നേരത്തെ പല പ്രതിഷേധങ്ങൾ, അദാനി കോഴ ആരോപണത്തിൽ ഉയർന്ന പ്രതിഷേധങ്ങളിലടക്കം ഒന്നിച്ചു നിൽക്കാത്ത പാർട്ടികളടക്കം ഉള്ളവർ ഒന്നിച്ച് ഒറ്റക്കെട്ടായി അംബേദ്കർ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ആ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ പാർലമെന്റ് വളപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമാക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യ പാർട്ടികളുടെ തീരുമാനം. ഈ വിഷയത്തിൽ
ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മനഃപൂർവ്വം BJPയുടെ നേതൃത്വത്തിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ പാർലമെന്റ് പ്രവേശന കവാടത്തിൽ കണ്ടത് എന്നാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ വിശദീകരിക്കുന്നത്. മനഃപൂർവ്വം തന്നെ സംഘർഷമുണ്ടാക്കാൻ ലക്ഷ്യം വെച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പ്രവേശിക്കുമ്പോൾ വഴി തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് ഉണ്ടായത് എന്നും, എന്നാൽ ആ വിഷയത്തിൽ നടപടിയില്ലാതെ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നുമാണ് ഇന്ത്യ സഖ്യം ആരോപിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഇന്നലെ ലോക്സഭയിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് കാണിച്ച് കോൺഗ്രസ് അംഗങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു ലോക്സഭാ സ്പീക്കർക്ക്. സമാനമായി ഇന്ത്യ സഖ്യത്തിലെ 14 പാർട്ടികളും ഒപ്പിട്ട ഒരു നോട്ടീസും ലോക്സഭാ സ്പീക്കർക്ക് നൽകിയിട്ടുണ്ട്. ഈ നോട്ടീസുകൾ പരസ്പരം ആക്രമിച്ചു എന്നുള്ള പരാതി, അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നുള്ള പരാതി അടക്കമുള്ള സംഘർഷ സംഭവങ്ങൾ സംബന്ധിച്ചുള്ള പരാതികൾ അത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ BJPയും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസും ഇന്ത്യ സഖ്യവും നോട്ടീസുകൾ നൽകിയിരുന്നു. കൂടാതെ ഈ കഴിഞ്ഞ ദിവസം നൽകിയ പരാതികൾ സംബന്ധിച്ചുള്ള സഭാധ്യക്ഷന്മാർക്ക് നൽകിയ പരാതികൾ സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സംബന്ധിച്ചുള്ള തീരുമാനവും ഇന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം സഭ സമ്മേളിക്കും. പ്രതിഷേധമില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം BJP നേതാക്കന്മാരാണ്, MP-മാരാണ് രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ച് ആ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് BJP MP-മാർ തയ്യാറായത്. BJPയുടെ പ്രധാനപ്പെട്ട നിഷികാന്ത് ദുബെ ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റ് അകത്ത് പെരുമാറുന്നതും പുറത്തു പെരുമാറുന്നതും സമാനമായ രീതിയിലാണ്. ആ പെരുമാറ്റം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാമെന്ന് BJP കരുതുന്നതെങ്കിൽ ഒരിക്കലും അതിന് സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ജനങ്ങളുടെ മുമ്പാകെ വസ്തുതാപരമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്, പാർലമെന്റ് പ്രസംഗമാണ്. തീർച്ചയായും BJP രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണം. മാതൃകാപരമായി അമിത്ഷായെ പരസ്യമായി ശാസിക്കുന്ന നിലപാട്, തെറ്റുപറയുന്ന നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ആവശ്യം. ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ തീർച്ചയായും ഒറ്റക്കെട്ടാണ്. രണ്ട് പ്രശ്നം ഇതിലില്ല. ഇന്ത്യ മുന്നണി മാത്രമല്ല, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത കേസ് അത് ജനശ്രദ്ധ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന്റെ ഒരു ശ്രദ്ധ തിരിക്കുന്നതിന് തീർച്ചയായും ഈ വിഷയം മാറ്റുന്നതിന് വേണ്ടിയുള്ള, ജനശ്രദ്ധയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള, BJPയുടെ അണികളെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നിലപാട് തന്നെയാണത്. കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് BJP സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് നിലപാട് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. രേഖയിൽ ആ വസ്തുതാപരമായി കിടക്കുകയാണ്. ആ രേഖ തിരുത്തുകയല്ലാതെ, ആ പ്രസ്താവന തിരുത്തുകയല്ലാതെ BJP ഗവൺമെന്റ് മറ്റൊരു മാർഗവുമില്ല. തീർച്ചയായും ഹാഷ്മി, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നമുക്കിവിടെ ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള MP-മാരുടെയൊക്കെ പ്രതിഷേധമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് എടുത്തത് പോലും നിലവിലുള്ള ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം അമിത്ഷാ പറഞ്ഞ അംബേദ്കർക്കെതിരെയുള്ള ആ പരാമർശത്തിൽ തന്നെയാണ്. മാപ്പ് പറയണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ശക്തമായ പ്രതിഷേധവുമായി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ MP-മാരുടെയൊക്കെ തീരുമാനം. ബൽറാം നെടുങ്ങാടി, വിനിത വിജയും പാർലമെന്റ് പരിസരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അത് പ്രതിപക്ഷ MP-മാരാണ് നിരന്നിരിക്കുന്നു. ഇന്നും അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധമുയർത്തുകയാണ് പ്രതിപക്ഷം. അതിനെ പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നു ഭരണപക്ഷ MLA-മാർ. ഭരണപക്ഷ MP-മാർ എന്തായാലും ഇന്നും സംഘർഷഭരിതമാകുന്നു അംബേദ്കർ രാഷ്ട്രീയത്തിൽ. ഇന്ദ്രപ്രസ്ഥം എന്ന കാര്യത്തിൽ തർക്കം വേണ്ട.